എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അഞ്ചാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് പുളിയവര ചൂണ്ടലാണ്. വിഷുവിന് കണിവയ്ക്കാൻ പാലക്കാട്ടുകാർ പുളിയവര ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് ഇതിൻ്റെ രുചി അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമാവില്ല. നമ്മൾക്ക് പുളിയവര വെച്ച് ഒരു ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് പുളിയവര 100 ഗ്രാം എടുത്ത് കഴുകി വെള്ളമൊഴിച്ച് 10 മണിക്കൂർ കുതിർക്കാനിടുക. അതിനുശേഷം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് 8 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. കുക്കർ തണുത്ത ശേഷം തുറന്ന് പുളിയവര വെന്തുവോ എന്ന് നോക്കുക. വേവ് പോരെങ്കിൽ വീണ്ടും കുക്കർ അടച്ച് ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് നോക്കിയ ശേഷം 2 വിസിൽ വരെ വീണ്ടും വേവിക്കുക. ഇനി ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച പുളിയവര വെള്ളം മാറ്റി ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളക്കടല ചൂണ്ടൽ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത മസാല ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, കായം, 2 വറ്റൽമുളക് എന്നിവ സിമ്മിൽ വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. കടല ചൂണ്ടലിന് നമ്മൾ ഇതാണ് ചേർത്തത്. കുറച്ച് തേങ്ങ കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ പുളിയവര ചൂണ്ടൽ റെഡി. കഞ്ഞിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ് ഈ പുളിയവര ചൂണ്ടൽ. കൂടാതെ 4 മണിക്ക് കുറിക്കാൻ ഇതുപോലെ ചൂണ്ടൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇന്നത്തെ പ്രസാദങ്ങൾ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.